ഹലോ ഗൈസ്, എല്ലാവരും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബാക്ക് ടു ബാക്ക് വ്ളോഗ്സ്. യെസ്, കുറേ കാലത്തിന് ശേഷമാണ് 2 വ്ളോഗ് അടുപ്പിച്ചെടുക്കണത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദുരന്തർ ഇന്ന് പോയി കാണുന്നുള്ളത്. നമ്മളങ്ങനെ ബുക്ക് ചെയ്തു. ഷൊർണൂരാണ് പടം, വേറെ ഇവിടെ അടുത്തൊന്നും പ്ലേ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് കൊപ്പത്തിനേക്കാളും എനിക്ക് എളുപ്പം ഷൊർണൂരാണ്, നമ്മുടെ എംലാൽ സിനിമയിലെ എൻ്റെ മനെ. അപ്പോൾ അതിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എംലാൽ മറ്റേ നമ്മളെ കറിയുന്നുണ്ടാവും, ഷൊർണൂരുള്ളവർക്ക് അറിയുണ്ടാവും, മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എന്തായാലും പോയേക്കണം. ഓണം വഴിക്ക് എന്നെ അടിക്കണം, അതാണ് ഇപ്പോൾ നമ്മുടെ ടാസ്ക്. കൈരയാടൊരു പമ്പുണ്ട്, അതൊന്നും അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കുന്നില്ല, കാരണം റോഡ് പണി നടക്കണ കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. 2:20 പടം, ഇപ്പോൾ 1:45 കഴിഞ്ഞു. അപ്പോൾ ഇനി പറയണമെന്നില്ല, നേരായിട്ട് പോയാക്കട്ടെ. ഓക്കെ, എൻ്റെ പൊന്നു ഗൈസ്, കറക്റ്റ് ടൈമിങ് 2:18 ഇപ്പോൾ നമ്മൾ 20 പടം. പോയാൽ നല്ല തിരക്കുണ്ട്. ദൃശ്യന്ത്രി ഇന്നാണ്, ദൃശ്യന്ത്രിയുടെ പോസ്റ്റർ കാണുന്നുണ്ട്. നമ്മളെന്തായാലും വന്നേക്കണത് ദുരന്തർ. ടിക്കറ്റ് എടുക്കട്ടെ, ടിക്കറ്റ് എടുത്തിട്ട് കേട്ടോ. ഫൈനലി ഗൈസ് ടിക്കറ്റ് കിട്ടി. നമ്മൾ ടൈമിങ് ഭയങ്കര പറ്റാണ്, നമ്മൾ മുന്നടിക്കാൻ വൈകിപ്പോയി. നമ്മളെന്തായാലും ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട്, കാരണം 4 മണിക്കൂർ ഇരിക്കണേ. ഇൻ്റർവെല്ലിന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. ഓടി ഫ്രീ ഓടിയിട്ടുള്ളത് ഇവിടെ ഉണ്ട്, 3 ഇവിടെ കാണുന്നു. ഇതെത്തി, സ്ഥലം എത്തി. सेवन या बिक्री स्वास्थ्य के लिए हानिकारक है और एक गंभीर अपराध की श्रेणी में आता है, जिसके लिए कानून के अंतर्गत कड़ी सजा का प्रावधान है. എന്താ അല്ല 13-15 ഗൈസ്. അങ്ങനെ 2:30, 2:30 അല്ല 2:20 കയറി. നമ്മൾ 6:15 പുറത്തിറങ്ങി. എൻ്റെ പൊന്നു മോനെ, പക്ഷേ 4 മണിക്കൂർ മീൻസ് ഇൻ്റർവെല്ലോടെയും കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 4 മണിക്കൂറുണ്ടാവും. ആ 4 മണിക്കൂർ കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ വെള്ളം 2 ലിറ്റർ 2 കുപ്പിയാണ് വാങ്ങി കുടിച്ച് തീർത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രയ്ക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പടം കാണാൻ വരാനുള്ളവരോട് പറയാനുള്ളത്, ഒന്ന് എന്നിട്ട് നല്ല രീതിയിൽ ഹെവി ആയിട്ട് കഴിച്ചിട്ട് വരിക, പക്ഷെ വല്ലാണ്ട് ഹെവി ആക്കരുത്, ഉറങ്ങിപ്പോകും. അതേസമയം വെള്ളം എന്നെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പോലെ മൂത്രയ്ക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇപ്പം ഞാൻ പോകാൻ നോക്കട്ടെ, എൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി ഫുള്ള് പറയാം. ഓക്കെ, ചൂടിൻ്റെ ചങ്ങായി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നോയ്സ് ഉണ്ടാവുന്ന പേരിലാണ് ഫാൻ ഇടാത്തത്. അയ്യോ സോറി, വീട്ടിലൊന്ന് മാറ്റിയിടേ. അതെന്തായാലും വീട്ടിലെത്തി ഒരു ചായ കുടിച്ച് പിന്നെ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടോ മനസ്സിലാവില്ല എൻ്റെ കോസ്റ്റ്യൂം ഉണ്ടാ. എന്തായാലും ദുരന്തർ 2 അല്ലെങ്കിൽ ദുരന്തർ ദ റിവെഞ്ച്, പേരുള്ള പോലെ തന്നെ റിവെഞ്ച്, കഴിഞ്ഞ പാർട്ടിൽ ബാക്കി വെച്ച എല്ലാം അങ്ങോട്ട് തീർത്തു വന്നിട്ട്. മെയിനായിട്ട് പറയാനുള്ളത് മേക്കിംഗ്. കാരണം ഒരു 3.25 മണിക്കൂറിലൊരു പടം ഒരു ലാഗും ഇല്ലാണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ മേക്കിങ്ങിന്റെ ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല, സ്ക്രീൻ പ്ലേ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓവറോൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് വാസ് സംതിങ് ഗ്രേറ്റ്. കാരണം ഓൾറെഡി നമ്മൾ ദുരന്തർ 1 കണ്ടുകൊണ്ട് നമുക്ക് ഇതിലും കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല, അതാണ് സത്യാവസ്ഥ. പിന്നെ എന്താ പറയാ, രൺവീർ സിംഗിന്റെ അഭിനയം പുള്ളൊക്കെ
ലെജൻഡറിയാണ്. സത്യം പറയാം എനിക്ക് തോന്നുന്നു അധികം ഇപ്പൊ നമ്മള് ഷാറുഖ് ഖാനോ അല്ലെങ്കിൽ അവരെ പോലുള്ള ആക്ടേഴ്സിനൊന്നും കിട്ടുന്ന ആ ഒരു റെക്കഗ്നീഷൻ പുള്ളിക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ കിട്ടുന്ന ക്യാരക്ടറിലേക്കാണ് അത് മാറും. അത് മറ്റേ 83 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പുള്ളിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ല. ഈ സിനിമ പുള്ളിയുടെ ആക്ടിങ് ആണ് മെയിനായിട്ട്. പിന്നെ പിന്നെ പറയാനെന്താ, എല്ലാവരും ഇപ്പൊ മാഡിയുടെ ആ റോള്, പുള്ളിയുടെ ആ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് തന്നെ പുള്ളിയുടെ ആക്ച്വൽ നെയിം മാഡി എന്നാണ്, പക്ഷെ ആ ക്യാരക്ടറിന്റെ പേരും കിട്ടുന്നില്ല. എനിവേ പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് അറിയുന്ന കഥ തന്നെയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, അതിന്റെ ഫ്ലാഷ് ബാക്കും പിന്നെ ബാക്കി എന്ത് സംഭവിച്ചു അതാണ് ഈ ഒരു സിനിമ. മീൻസ് ഈ പറഞ്ഞ നമ്മളെ ജസി സിംഗ് എങ്ങനെയാണ് സ്പൈ ആവും, ഐ മീൻ എങ്ങനെയാണ് മറ്റേ ഹംസയായി മാറുന്നതും അതിന്റെ ബാക്കിലുള്ള സ്റ്റോറി, പിന്നെ പുള്ളിയുടെ ഒരു കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ടെന്നല്ല ആദ്യം കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കൊല്ല ഇതാണ് പരിപാടി. പിന്നെ ചില എലമെന്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അത് അത് മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ചെറുതായിട്ട് കുറച്ച് പ്രൊപ്പഗൻഡല്ല ഗവൺമെന്റിനെ ഒന്ന് പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഓബിയസ്ലി നോർത്ത് ഇന്ത്യൻ ക്യാരക്ടറിലെ. പക്ഷെ അത് അങ്ങനെ സിനിമനെ അങ്ങനെ നശിപ്പിച്ചിട്ടൊന്നുമില്ല, അത് കാര്യം. പിന്നെ മെയിൻ ആയിട്ട് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് അല്ല, വണ്ണിലുള്ള പോലത്തെ ആ മറ്റേ BGM പരിപാടികളും എൻട്രികളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലില്ല. കാരണം ഇതിൽ കൊടുക്കാൻ എവിടെ ഇല്ല, എല്ലാവരും നമുക്ക് അറിയാലോ, പിന്നെയും വീണ്ടും ഒരു എൻട്രി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്താ പറയാ ഫയറിംഗ് സീൻസും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 1 എന്താണോ ആ ലെവൽ ഓഫ് മേക്കിംഗ് തന്നെയാണ് 2 മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അധികം ഗ്യാപ്പ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഷൂട്ട് ചെയ്ത പടം 2 പാർട്ടാക്കി ഇറക്കി, അതാണ് സംഭവം. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ മെയിൻ ഫാക്ടർ തന്നെയാണ്. ഇത്രയും ലെങ്ത് ഉള്ള ഒരു പടം ഒരു ലാഗും ഇല്ലാണ്ട് നമുക്ക് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ അഭിനയം എല്ലാം പക്കായിരുന്നു. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളൊരു തിയേറ്ററിൽ പോയിട്ടൊരു സാധനം കാണുന്ന പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ പോകുന്ന വിഷ്വൽ എക്സ്പീരിയൻസ്, സൗണ്ടിന്റെ എഫക്ട്സിന്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനത്തെ പടങ്ങൾക്കാണ് കിട്ടേണ്ടത്, ഇതല്ലെങ്കിൽ പിന്നെ എന്താ. എന്തായാലും ബോളിവുഡിൽ ഈ അടുത്ത് വന്നതിൽ വെച്ചൊരു മെഗാ ഹിറ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ ഞാൻ ഒറിജിനൽ ലാംഗ്വേജിലാണ് കണ്ടത്, ഹിന്ദി. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഒറിജിനൽ ഫീൽ കിട്ടും. മറ്റേ ഡബിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവും എനിക്കറിയില്ല. പിന്നെന്താ പറയാ, ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ദ മൂവി. കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പോകും. എന്തായാലും 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 കാണണമല്ലോ. എനിക്ക് ആകെ ഉള്ളൊരു റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ 1 എനിക്ക് മൂവി തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലെന്നാണ്. ആ ഒരു സോങ് മറ്റേ എൻട്രിയും കാര്യങ്ങളും സഞ്ജയ് ദത്തിന്റെയും അതുപോലെ തന്നെ അക്ഷയ് ഖന്നയുടെ സംഭവങ്ങളൊന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ബട്ട് എനിവേ ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. കാരണം ചില സമയത്തൊക്കെ നമ്മുടെ ബ്ലഡ് ഇങ്ങനെ തരിക്കും, ഇങ്ങനെ മറ്റേ പാട്രിയോട്ടിസം കാരണം. അപ്പൊ ഓരോരുത്തരെ കൊല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മനസമാധാനം കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ശരിക്കും ഒരാളെ കൊല്ലുമ്പോൾ അങ്ങനെ കിട്ടാൻ പാടുന്ന എനിക്കറിയില്ല, പക്ഷെ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ കേരളത്തിന് ചെറുതായിട്ടൊരു പെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. എന്തായാലും കൊള്ളാടെ, നല്ല പടം. എന്തായാലും നിങ്ങൾ സ്പോയിലർ ഒന്നും കാണാണ്ട് നേരെ പോയി റിവ്യൂ ഒന്നും കാണാൻ നിൽക്കണ്ട, നേരെ പോയി കണ്ടോളി. 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ 1 കാണാണ്ട് പോയി കണ്ടിട്ടൊരു കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പൊ അതൊക്കെയാണ് ദുരന്തർ 2 അല്ലെങ്കിൽ ദുരന്തർ ദ റിവെഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ പറഞ്ഞില്ല, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. എന്തായാലും ഇപ്പൊ നാളെ മുതൽ ക്ലാസ്സിന് പോകണം. പക്ഷെ ഒന്നാലോചിക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി ഉള്ളൂ ക്ലാസ്. ജൂൺ ജൂലൈയിലാകുമ്പോഴത്തേനും ഫിനിഷ് ആവും. ഇപ്പോൾ വെക്കേഷനായ ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ നാളെ മുതൽ ജിമ്മ് പഴയ ഇന്റൻസിറ്റിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. വയറൊക്കെ ചാടി ഡേറ്റ് വരുന്നതൊക്കെ ആയിട്ട് ഓൾറെഡി വയറുണ്ടായിരുന്നു, ഒന്നുകൂടി ചാടി. അപ്പോൾ അതൊക്കെ ഒന്ന് പഴയ പോലെ കുറക്കണം. എന്തായാലും ഇനിയിപ്പോൾ ബാക്ക് ടു ബാക്ക് വ്ളോഗാണ്. ഇന്നലെ വിട്ട് ഇന്നും ഇടുണ്ടാവും ഇൻഷാല്ലാ. കുറച്ച് മാറ്റി പിടിച്ച് നടക്കല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, പിന്നെ ഇങ്ങനത്തെ കണ്ടന്റിന് വേണ്ടി മണി അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. കൂടുതലൊന്നും പറയല്ല. ബൈ.